അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. വീട്ടിൽ എല്ലാവർക്കും അറിയാം, നമുക്ക് 5 സാലറി, ഇത് 10,000 രൂപയൊക്കെ സാലറിയുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് മാസം പറയുന്നത് നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമായിരുന്നു. കാരണം ഇപ്പോൾ സിനിമകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ആ ഒരു കാലഘട്ടത്തിൽ 5 സാലറിയുള്ള ആളാണ് നമ്മൾ പറയുന്നത് കേൾക്കാം. അപ്പൊ അതേപോലെ വീണ്ടും ഒരു 20 വർഷം കൂടി കഴിഞ്ഞ് 2020 കാലഘട്ടമായിരുന്നു, 2025 അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 10,000 രൂപ പിന്നെയും വർദ്ധിച്ച ഒരു 1,00,000 രൂപ ഒരു ഫാമിലിക്ക് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ പല ആൾക്കാരും ചിന്തിക്കും നമുക്കൊന്നും 1,00,000 രൂപ വരുമാനമില്ല, എന്നിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ളൊരു കാര്യം നമ്മൾ തന്നെ ചോദിക്കുക. ഇനി അങ്ങനെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ 2040 അതൊരു 20 വർഷം കൂടി കഴിയുമ്പോൾ ഈ 1,00,000 കൂടെ ഒരു 0 കൂടി ആടാവും. അതായത് 10,00,000 രൂപ ഇല്ലാതെ ഒരു ഫാമിലിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ നിങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, 2040 നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്യുന്ന മേഖലയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു 10,00,000 രൂപയിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റുമോ? ഇനി അങ്ങനെ പറ്റത്തില്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഒരു അവസരം നിങ്ങൾക്ക് എന്താ പറയുക ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ പറ്റും. ആ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഒരു ഓണ്ടർപ്രണറായിട്ട് മാറേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് റീസൺസ്. ഒന്നാമതാണ് മോസ്റ്റ് റിവാർഡിംഗ് ആണ്, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരുപാട് പരിഗണന കിട്ടുന്ന ഒരു മേഖലയാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം യൂസഫ് അലി സാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സുകാരൊക്കെ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതേപോലെ നമ്മൾ നമ്മുടെ സ്വന്തം ബോസായി നിന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ പല ജോലിക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലീവ് ഉണ്ടാവില്ല, നമുക്ക് ഫാമിലി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആയിട്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ പോയിട്ട്